രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്ക് മേൽ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ സ്മരണ പുതുക്കുന്ന വിക്ടറി ഡേ ആഘോഷങ്ങൾക്കിടെ റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. മോസ്കോ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ഉക്രൈൻ പൂർണ്ണമായും ലംഘിച്ചുവെന്നാണ് ക്രെംലിൻ ഇപ്പോൾ ഔദ്യോഗികമായി ആരോപിക്കുന്നത്. ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സമാധാനാന്തരീക്ഷം തകർക്കപ്പെട്ടത് വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന സൂചനയാണ് നൽകുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വിക്ടറി ഡേ ആഘോഷങ്ങൾക്കിടെ മാത്രം 16,000-ലധികം ലംഘനങ്ങളാണ് ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഡ്രോൺ ആക്രമണങ്ങൾ, ഷെല്ലാക്രമണങ്ങൾ, റഷ്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയുള്ള നേരിട്ടുള്ള കടന്നുകയറ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പവിത്രമായി കരുതുന്ന ഒരു ആഘോഷവേളയിൽ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടായത് റഷ്യയെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ക്രിമിയ, ബെൽഗറോഡ് തുടങ്ങിയ അതിർത്തി മേഖലകളിലെ സാധാരണക്കാർ താമസിക്കുന്ന ഇടങ്ങളെ ലക്ഷ്യം വെച്ചാണ് യുക്രൈൻ പ്രധാനമായും ആക്രമണം നടത്തിയത്. വിക്ടറി ഡേ പരേഡുകളും മറ്റ് ആഘോഷ പരിപാടികളും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കീവ് ഈ നീക്കങ്ങൾ നടത്തിയതെന്ന് മോസ്കോ ആരോപിക്കുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സംഭവത്തോട് അതീവ ഗൗരവത്തോടെയാണ് പ്രതികരിച്ചത്. റഷ്യ നടത്തുന്ന മാനുഷികമായ ശ്രമങ്ങളെയും സമാധാന ചർച്ചകളെയും ഉക്രൈൻ ബോധപൂർവം അവഗണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ പോരാളികളുടെ സ്മരണ പുതുക്കുന്ന ദിനത്തിൽ തന്നെ ഇത്തരമൊരു ആക്രമണം നടന്നത് റഷ്യൻ ജനതയോടുള്ള കടുത്ത അവഹേളനമായാണ് ക്രെംലിൻ കാണുന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഉക്രൈനെ ഒരു പ്രോക്സി ഫോഴ്സ് അഥവാ പകരക്കാരനായ സൈന്യമായി ഉപയോഗിക്കുകയാണെന്ന് പുടിൻ ആവർത്തിച്ചു. റഷ്യയെ തകർക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന സൈനിക സഹായമാണ് ഈ പ്രകോപനങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നയതന്ത്ര പരിഹാരങ്ങൾക്ക് ഉക്രൈൻ തയ്യാറാകാത്തതിന് പിന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യകക്ഷികളുടെ പ്രേരണയുണ്ടെന്നാണ് മോസ്കോയുടെ വാദം. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഘർഷത്തിൽ ഇടപെടാൻ ശ്രമിച്ച വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മേഖലയിൽ വലിയൊരു സ്ഫോടനാത്മകമായ സാഹചര്യം ഒഴിവാക്കാൻ വെടിനിർത്തൽ കാലാവധി നീട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ ഈ ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നൽകുന്നത്. വിക്ടറി ഡേ ആഘോഷങ്ങൾക്കിടെയുണ്ടായ ആക്രമണങ്ങൾ റഷ്യയുടെ സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. കീവിലെ പ്രധാന ഭരണ കേന്ദ്രങ്ങൾക്കും കമാൻഡ് സെന്ററുകൾക്കും നേരെ വിനാശകരമായ പ്രത്യാക്രമണം നടത്തുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് യുദ്ധം യുക്രൈന്റെ ആസ്ഥാന നഗരങ്ങളിലേക്ക് കൂടുതൽ ശക്തമായി വ്യാപിക്കുന്നതിന് കാരണമായേക്കാം. റഷ്യൻ അതിർത്തി സംസ്ഥാനമായ ബെൽഗറോഡിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. ആഘോഷങ്ങൾക്കിടെയുണ്ടായ പൊട്ടിത്തെറികൾ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർത്തി. സാധാരണക്കാരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള യുക്രൈന്റെ ഈ പോരാട്ടം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിമർശനത്തിന് ഇടയാക്കുമെന്നാണ് റഷ്യ കരുതുന്നത്. ഉക്രൈൻ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് കീവ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിക്ടറി ഡേ ലംഘനങ്ങൾ അതിരു കടന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയുടെ അഭിമാനമായ വിക്ടറി പരേഡിന് നേരെ ഡ്രോണുകൾ അയക്കാൻ ശ്രമിച്ചത് പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ്. സമാധാന ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനുള്ള എല്ലാ വാതിലുകളും ഇതോടെ അടയുകയാണ്. യുക്രൈൻ ഭീകരവാദ രീതികളാണ് അവലംബിക്കുന്നതെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫാക്ടറി ഡേ ആഘോഷങ്ങളിൽ പങ്കെടുത്ത മുതിർന്ന പൗരന്മാരും സൈനികരും ഈ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. റഷ്യയുടെ തിരിച്ചടി കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ലെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളും വാർത്താവിനിമയ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചുള്ള വലിയൊരു മിസൈൽ ആക്രമണത്തിന് റഷ്യൻ സേന തയ്യാറെടുക്കുന്നതായി വിവരമുണ്ട്. തങ്ങളുടെ വിജയദിനത്തെ അപമാനിച്ചവർക്ക് തക്കതായി മറുപടി നൽകുമെന്നാണ് പുടിന്റെ അനുയായികൾ പറയുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ റഷ്യയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും യുക്രൈന്റെ പ്രകോപനങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെടിനിർത്തൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ നിരാശയിലാണ്.
കീവിലെ പ്രധാന ഭരണസിരാ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് യുക്രൈന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാകും. സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ റഷ്യയുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണോ എന്ന ഭീതി ലോകത്തെ വേട്ടയാടുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഈ സംഘർഷം വീണ്ടും ബാധിച്ചു തുടങ്ങി. വിക്ടറി ഡേ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതോടെ നിക്ഷേപകർ ആശങ്കയിലായി. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലുള്ള ഈ പോരാട്ടം യൂറോപ്പിന്റെ ആകെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന രീതിയിലാണ് വളരുന്നത്. നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയ സോവിയറ്റ് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് റഷ്യൻ ജനത ഈ യുദ്ധത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിക്ടറി ഡേയിലെ ആക്രമണങ്ങൾ ഓരോ റഷ്യക്കാരന്റെയും വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഈ വികാരം മുൻനിർത്തി യുദ്ധത്തിനായി കൂടുതൽ സൈനികരെ അണിനിരത്താൻ പുടിന് എളുപ്പത്തിൽ പറ്റും. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. തങ്ങളുടെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതിനെ കീവ് കാണുന്നത്. എന്നാൽ റഷ്യൻ ഭൂമിയിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് പുടിന്റെ ഭാഗത്തു നിന്ന് ആറ്റമിക് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾക്ക് കാരണമാകുമോ എന്ന പേടിയും നിലനിൽക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ ഇടപെടൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് ചിലർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യുദ്ധകളത്തിലെ ആക്രമണങ്ങൾ ആ പ്രതീക്ഷകളെ തകർത്തു. നയതന്ത്രം പരാജയപ്പെടുന്നിടത്ത് തോക്കുകൾ സംസാരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. റഷ്യയുടെ പ്രത്യാക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. കീവ് നഗരത്തിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈനിക കമാൻഡ് സെന്ററുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഉക്രൈന്റെ പ്രതിരോധ സംവിധാനം താറുമാറാകും. വിക്ടറി ഡേ ആഘോഷങ്ങൾ സമാധാനത്തിനുള്ള ഒരു അവസരമാകുന്നതിന് പകരം കൂടുതൽ വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമായി മാറിയിരിക്കുകയാണ്. 16,000 ലംഘനങ്ങൾ എന്നത് കേവലം ഒരു കണക്കല്ല, മറിച്ച് തകർന്നു വീണ സമാധാന ശ്രമങ്ങളുടെ അടയാളമാണ്. ലോകം ശ്വാസം അടക്കി പിടിച്ചാണ് വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കായി കാത്തിരിക്കുന്നത്. റഷ്യയുടെ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി. പശ്ചിമേഷ്യയിൽ എന്ന പോലെ യൂറോപ്പിലും യുദ്ധത്തിന്റെ കരിനിഴൽ കനത്തു നിൽക്കുന്നു. ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ഇരുകൂട്ടരും തങ്ങളുടെ പിടിവാശികൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല.